ഒരു ചെറിയൊരു യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് ആ യാത്രയിലിടയിൽ എനിക്ക് തോന്നിയ, അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന 2-3 ഇൻസ്റ്റയിലും ക്യാമറാസ് ഉണ്ടായിരുന്നു. ഇൻസ്റ്റ X4ഉം X5ഉം X3ഉം. അപ്പം അവർ പരസ്പരം ഷെയർ ചെയ്ത കാര്യങ്ങൾ, പിന്നെ X4 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എല്ലാം കൂടെ ചേർത്തിട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ എന്തിന് X4 എടുത്തു എന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കാം. പിന്നെ ആരും വന്ന് ചോദിക്കാൻ പാടില്ലല്ലോ, നീ പിന്നെ എന്തിനതെടുത്തു എന്ന്. ഞാൻ X4 എടുത്തത്, ഞാൻ എൻ്റെ പർപ്പസ് അത്, ഞാൻ എപ്പോഴും 360 ഡിഗ്രി വീഡിയോസ് എൻ്റെ ചില യാത്രകളിൽ ഞാൻ എടുക്കാറുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് 360 ഡിഗ്രി ക്യാമറാസ് കൊണ്ട് ഞാൻ എടുക്കുന്ന വീഡിയോസ് ഒരു യാത്ര പോകുമ്പോൾ പ്രത്യേകിച്ച് ഉള്ളിലോട്ട് വല്ലതുമാണെങ്കിൽ ആ ഒരു ചുറ്റുപാടുള്ള ആ ഒരു ഫുൾ ബാക്കിലും ഫ്രണ്ടിലും നടക്കുന്നതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന്, പേഴ്സണൽ മാത്രമായിട്ടുള്ള യൂസിന് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതൊരിക്കലും ഞാൻ യൂട്യൂബിൽ ഇടത്തില്ല. അതിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ആ ഒരു ക്യാമറ വാങ്ങിയത്. കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിന് പോകണമെങ്കിൽ, ആ കല്യാണത്തിന് പോകുന്ന സമയത്ത് ആ ഒരു ഗ്യാങ്ങിൻ്റെ മൊത്തം വീഡിയോസ് അതിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് കറക്റ്റ് നമുക്ക് ഇപ്പോഴും എടുത്ത് കാണാൻ നിർത്തും, നമുക്കൊരു സന്തോഷത്തോം. അതിനൊക്കെ വേണ്ടിയാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ ഞാൻ അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെനിക്ക് ആഗ്രഹം മോട്ടോ വ്ളോഗിനെ പറ്റി ഉണ്ടെങ്കിലും ഈ ക്യാമറ വെച്ച് മോട്ടോ വ്ളോഗ് ചെയ്യണമെന്നൊരു ആഗ്രഹമൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ എന്തിനു ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ക്യാമറ ഇരിക്കുമല്ലോ, അതുകൊണ്ട് ചെയ്യുന്നെന്ന് മാത്രം. അപ്പം നമ്മൾ ഇൻസ്റ്റ അപ്പോൾ വെച്ചു ഓക്കെ. അപ്പോൾ ഞാനപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് സംസാരിക്കാനുള്ളത് 360 ഡിഗ്രി ക്യാമറ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളതാണ്. 360 ഡിഗ്രി ക്യാമറാസ് എല്ലാം അതിന് വേണ്ടി മാത്രമാണ് ഇറക്കിയിരിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളൊരു 360 ഡിഗ്രി ക്യാമറ വാങ്ങിച്ചിട്ട് നിങ്ങളൊരു സിംഗിൾ ലെൻസ് മോഡ് എടുത്തിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എടുക്കുന്ന സിംഗിൾ ലെൻസ് മോഡിലെ വീഡിയോ ആണ്, എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്യാമറ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു യൂസും ഉണ്ടാകുന്നില്ല എന്നുള്ള സത്യമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ കൊടുക്കുന്നൊരു എമൗണ്ടിനുള്ളൊരു ഇൻപുട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടത്, അല്ലെങ്കിൽ കൊടുക്കുന്ന പൈസയ്ക്കുള്ളൊരു മൂല്യം അതിന് വേണമെങ്കിൽ നിങ്ങൾ 360 ഡിഗ്രിയിൽ വീഡിയോ എടുക്കുമെങ്കിൽ മാത്രം അത് വാങ്ങിച്ചിട്ടേ കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ കുറച്ച് പേര് വിചാരിക്കുന്നുണ്ടാവും ഞാനതൊരു കാര്യം ചെയ്യും 360 ഡിഗ്രി വീഡിയോ എടുത്തിട്ട് സിംഗിൾ റൺസ് ആക്കി എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് ആവശ്യമുള്ള വ്യൂ ഞാൻ അതിനെടുക്കുന്നു. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു സാധാരണ മെമ്മറി കാർഡിൽ ഒരു നോർമൽ വീഡിയോ എടുക്കുന്നതിനേക്കാൾ എത്ര സൈസ് കൂടുതലായിരിക്കും 360 ഡിഗ്രി നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ വേണ്ടി വരുന്നത് എന്ന് ആലോചിക്കുക. 2, 360 ഡിഗ്രി വീഡിയോ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ എടുക്കുന്നൊരു ടൈമുണ്ട്. ആ ടൈം ചെറുതല്ല, നല്ല വൃത്തിക്കുണ്ട്. അതായത് നിങ്ങൾക്ക് ഓരോ ആംഗിൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു ടൈം, ആ ടൈം നിങ്ങൾ ആലോചിച്ചോണം. അപ്പം നിങ്ങൾ ഓക്കെ ഞാൻ അതിനും തയ്യാറാണെങ്കിൽ, മൂന്നാമത്തെ പ്രശ്നം ക്വാളിറ്റി. നിങ്ങൾ ഇങ്ങനെ ഒരു 360 ഡിഗ്രി ക്യാമറയിലെടുത്ത വീഡിയോ നിങ്ങൾ എങ്ങനെ എഡിറ്റ് ചെയ്താലും, നിങ്ങൾ 8Kയിൽ എടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തെടുക്കാൻ നേരത്ത് മിനിമം ഒരു 4K എങ്കിലും. അത് നിങ്ങൾ ആലോചിച്ചോണം. കാരണം നിങ്ങൾക്ക് 4K വീഡിയോ മതിയെങ്കിൽ ഓക്കെ, മേ ബി നിങ്ങൾക്കത് നല്ലതായിട്ട് തോന്നാം. എന്നാൽ അടുത്തൊരു പ്രശ്നം വരുന്നുണ്ട്. നിങ്ങൾക്കത് 4K ആണെന്ന് പറഞ്ഞിട്ട് ഒരു GoPro എടുക്കുന്നൊരു 4K വീഡിയോ അതിനെ കമ്പയർ പോലും ചെയ്യാൻ പറ്റത്തില്ല. കാരണം GoPro സിംഗിൾ ലെൻസ് മോഡുള്ള അതിനുവേണ്ടി മാത്രം പെർഫെക്റ്റ്ലി അതിനുവേണ്ടി മാത്രം വെച്ചിരിക്കുന്നൊരു ക്യാമറയാണ്. സോ അതിനുമായിട്ട് കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. പിന്നെ വരുന്നൊരു പ്രശ്നമാണ് ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഇരിക്കുന്ന X4 എന്ന് പറയുന്ന സാധനം തറയിൽ വീണ് കഴിഞ്ഞാൽ കറക്റ്റ് എങ്ങനെ വീണാലും ലെൻസിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ ക്യാമറയിൽ കൂടെ വരുന്നൊരു സ്റ്റാൻഡേർഡ് പ്രൊട്ടക്റ്റീവ് കേസ് ഏതിന് വേണ്ടിയുള്ളത്, ലെൻസിന് വേണ്ടിയുള്ളത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ വീണാലും ക്യാമറ അത്രയും ഫ്രജൈലായിട്ട് മാത്രം നമുക്ക് പണി തരാൻ ചാൻസ് ഉള്ള സാധനമാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ചിന്തിക്കും, എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന X5ക്ക് ആ കുഴപ്പമില്ലല്ലോ. കാരണം S5 എന്ന് പറഞ്ഞ ക്യാമറ നിങ്ങൾ നോക്കാൻ നേരത്ത് അതിൻ്റെ അകത്ത് അവർക്ക് ലെൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ശരിയായിരിക്കാം, ബട്ട് അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ X5 എന്ന് പറഞ്ഞ ക്യാമറ ലെൻസ് എന്ന് പറയുന്നത് കോസ്റ്റ് എത്രത്തോളം വരും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതെനിക്ക് വളരെ സിമ്പിളാക്കി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ എനിക്കിരിക്കുന്ന ഇൻസ്റ്റ X4ൻ്റെ ലെൻസ് ഗാർഡാണ്. ആ ഗാർഡിൻ്റെ വില സ്റ്റാൻഡേർഡിന് ഏകദേശം 3000 രൂപ, അതായത് പ്ലാസ്റ്റിക്കിലുണ്ടാക്കിയ ലെൻസ് ഗാർഡിൻ്റെ വില 3000 രൂപയുണ്ട്. അതേ സമയത്ത് അതിൻ്റെ ടെമ്പേർഡാണ് എടുക്കണതെങ്കിൽ അതെടുക്കാൻ നേരത്ത് 5000, അതായത് പ്രീമിയം ക്വാളിറ്റി എടുക്കാൻ നേരത്ത് 5000 രൂപ വരെയുണ്ട്. പിന്നെ ഒരു ഭാഗമെന്ന് വെച്ചാൽ വേറെ കമ്പനീസ് ലെൻസ് ഗാർഡുകൾ ഇറക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ വലിയ കുഴപ്പം വരത്തില്ല. ബട്ട് ഒഫീഷ്യലി അതെടുക്കാൻ നേരത്ത് അത്രയും വില ഉണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ പറയും എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് ഞാൻ വാങ്ങിക്കുമെന്നാണ് പറയുന്നതെങ്കിൽ അവിടെ മൂന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെൻസ് ഗാർഡുകൾ പോലും എപ്പോഴും അവൈലബിൾ അല്ല. അതാണ് എൻ്റെ പ്രശ്നം. കാരണം നിങ്ങൾ ആമസോണിൽ നോക്കിയാലോ ഫ്ലിപ്കാർട്ടിൽ നോക്കിയാലോ ഒന്നും അതിൻ്റെ പ്രോപ്പർ ഗാർഡുകൾ കിട്ടത്തില്ല.
സോ നിങ്ങൾ അതും മനസ്സിൽ വെച്ചേക്കണം. കാരണം നിങ്ങൾ പൈസ മുടക്കി ഒരു ക്യാമറ വാങ്ങിക്കാൻ നേരത്തെ ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം ആ ക്യാമറ വാങ്ങിക്കാൻ. ഇനിയും നിങ്ങൾ ഓക്കെ എനിക്കതൊന്നൊക്കെ മനസ്സിലായി എങ്കിലും എനിക്കതാണ് ഇഷ്ടം, ഞാൻ അതുകൊണ്ട് അതെടുക്കാൻ പോകുന്നു എന്ന് പറയുന്നവരടുത്ത്, കാരണം അവർക്കത് ഇഷ്ടമാണെന്ന് അവർ പറയുന്നുണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാം. എന്നാൽ ഇത്രയും കൺഫ്യൂസായി നിൽക്കുന്ന കുറച്ച് പേരുണ്ടാകും. എന്നാൽ ഏതാണ് ഏറ്റവും നല്ല ക്യാമറ, അല്ലെങ്കിൽ ഏത് ക്യാമറ എടുക്കുന്നതിന് ബെറ്റർ? നിങ്ങളൊരു സ്റ്റാർട്ടിംഗ് ആണ് നിൽക്കുന്നതെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ മാക്സിമം ഒരു 20 രൂപ റേഞ്ചിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു ആക്ഷൻ ക്യാമറ നിങ്ങൾക്ക് വാങ്ങിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഫോണിൽ തന്നെ വീഡിയോ എടുത്ത് പഠിക്കാനാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്രാക്ഷൻ 4 ഉണ്ട് മലയാളത്തിൽ. പുള്ളിക്കാരൻ ഫോണിലാണ് വീഡിയോ എടുത്ത് പഠിച്ചത്. അങ്ങനെ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഇല്ല നിങ്ങളിൽ കാശുണ്ടെങ്കിൽ ഒരു 20-22,000 രൂപ കൊടുത്താൽ ഇന്നത്തെ സ്ഥിതിക്ക് നിങ്ങൾക്കൊരു പഴയ DJI ആക്ഷൻ 3 4 പ്രത്യേകിച്ച് ഇപ്പോൾ ഓഫർ നടക്കുന്നു 20,000 രൂപയ്ക്ക് DJI ആക്ഷൻ 4 നിങ്ങൾക്ക് കിട്ടും. അത് വാങ്ങിക്കുന്നതിന് ഏറ്റവും ബെറ്റർ. എന്തുകൊണ്ടാണ് DJI ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം GoPro വാങ്ങിച്ചാലോ ഇൻസ്റ്റേറെ ഏതെങ്കിലും ഒരു ക്യാമറ വാങ്ങിച്ചാലോ നിങ്ങൾക്ക് അഡീഷണലായിട്ട് അഡാപ്റ്റേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഒന്നെന്ന് പറയുന്നത് മീഡിയം മോഡ് കണക്ക് യൂസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ 4,000 കൊടുത്ത് നിങ്ങൾക്കൊരു മൈക്ക് അഡാപ്റ്റർ വാങ്ങിക്കേണ്ടി വരും. നമ്മളെ DJIയിൽ മൈക്ക് അഡാപ്റ്ററിൻ്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നമുക്ക് ടൈപ്പ് സി വരുന്ന ഏത് കേബിളും അതൊരു അഡാപ്റ്റർ, ഒരു അഡാപ്റ്ററും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് AKGയുടെ നമ്മളെ സാംസങ്ങിൻ്റെ തന്നെ ഹെഡ്സെറ്റ് ആണെങ്കിൽ പോലും അതിലെ മൈക്ക് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് DJIയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. മൈക്കായിട്ട് എക്സ്റ്റേണൽ മൈക്കൊക്കെ യൂസ് ചെയ്യും. ഇനി അതല്ലാത്ത വേറൊരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നാളെ ഒരു കാലത്ത് ഒരു എക്സ്റ്റേണൽ ബ്ലൂടൂത്ത് മൈക്കാണ് വാങ്ങുന്നതെങ്കിൽ അതും DJIയുടെ വാങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്ഷനും ഒരു കണക്ടറും ആവശ്യമില്ലാതെ നിങ്ങൾക്ക് വയർലെസ്ലി സീംലെസ്സായിട്ട് ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാം. അതായത് DJI ടു DJI കണക്ഷൻ ഒരു നല്ല ക്വാളിറ്റിയും നല്ല ക്ലാരിറ്റിയും ആ ഒരു ഇതുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കാശുണ്ടെങ്കിൽ, നിങ്ങൾ വ്ളോഗിങ് സീരിയസ് ആയിട്ട് എടുക്കുന്ന വ്യക്തിയാണ്, എടുക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ്, താല്പര്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു എക്കോ സിസ്റ്റം കണക്കുള്ള ക്യാമറകൾ വാങ്ങിക്കാൻ നോക്കുക. അതായത് DJI മൈക്കും DJI ക്യാമറയും നല്ല കണക്ഷൻ. ഇപ്പം നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ ഇറങ്ങുന്ന X4ലും X5ലൊക്കെ എയർപോർട്ട്സൊക്കെ നിങ്ങൾക്ക് എക്സ്റ്റേണൽ മൈക്കായിട്ട് അല്ലെങ്കിൽ ബ്ലൂടൂത്തൊക്കെ മൈക്ക് എക്സ്റ്റേണൽ മൈക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് അതിനൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിനൊരു ക്വാളിറ്റി കുറവുണ്ട്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ട്രാൻസിസ്റ്റർ വാങ്ങിച്ച് വയ്ക്കേണ്ടി വരും. അല്ലാതെ നിങ്ങൾക്ക് ഒരു കാരണം കൊണ്ടും അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് സത്യം. അത് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ വാങ്ങിക്കാൻ. ഇപ്പം ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് 360 ഡിഗ്രി ക്യാമറയെ പറ്റി. എന്നാൽ 360 ഡിഗ്രി ക്യാമറ ഇത് മനസ്സിലാക്കിയത് ഇപ്പോൾ ഒരു ഫേക്ക് ഡ്രോൺ ഷോട്ട് എടുക്കാനും അല്ലെങ്കിൽ ഒരു നിങ്ങളൊരു തേർഡ് പേഴ്സൺ വ്യൂ എടുക്കാനൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം ഞാൻ യാത്ര പോകുമ്പോൾ തേർഡ് പേഴ്സൺ വ്യൂ എടുക്കാനൊക്കെ അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾ 2 ക്യാമറ ഉണ്ടെങ്കിൽ സെക്കൻഡറി ക്യാമറയായിട്ട് ഒരു 360 ക്യാമറ ഞാൻ വാങ്ങിക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ആ 360 ക്യാമറ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ ആ സ്റ്റിക്കിൽ വെച്ചിട്ട് ഫ്രണ്ടിരിക്കുന്ന സ്റ്റിക്കിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ എനിക്ക് ഞാൻ വണ്ടി ഓടിക്കുന്നത് ഒരു മൂന്നാമതൊരാൾ ആ ബൈക്കിനെ മൊത്തത്തിൽ ഷൂട്ട് ചെയ്ത് അങ്ങനെ ഇരിക്കും, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നല്ലാതെ ഒരു നോർമലായിട്ട് വ്ളോഗ് ചെയ്യുന്ന വ്യക്തിക്ക് നിങ്ങൾ നോക്കിയാൽ മതി 360 ഡിഗ്രി ക്യാമറ ഒരിക്കലും ആവശ്യം വരില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട് എല്ലാത്തിനും. സോ നിങ്ങൾ നോക്കുക, ആമസോണിലൊക്കെ ഓഫറുണ്ട് 20,000 രൂപയ്ക്കൊക്കെ DJIയുടെ ആക്ഷൻ 4 കിട്ടുന്നുണ്ട്. അതങ്ങനെ വാങ്ങിക്കുക. GoPro വാങ്ങിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. GoProയേക്കാൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് DJIയുടെ ക്യാമറാസാണ്. DJI 5 ഒരിക്കലും 5 Pro എന്നൊരിക്കലും ഞാൻ വാങ്ങിക്കാൻ പറയുന്നത്. കാരണം 5 Proയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ 2 മാസം കഴിയുമ്പോൾ 6 ഇറങ്ങുന്നുണ്ട്, DJI 6. സോ നിങ്ങൾ 5 എടുക്കരുത്, 4 എടുക്കുക, DJI ആക്ഷൻ 4. അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം കൃത്യമായിട്ട് നടക്കും, നിങ്ങളുടെ പൈസ ഒന്നും വേസ്റ്റ് ആകത്തുമില്ല. ഓക്കെ, ഇത് ഏതോ ജംഗ്ഷനിലെത്തി ഞാൻ. ഏത് ജംഗ്ഷനാണെന്ന് പിടിച്ചില്ല. ഓക്കെ, ഏത് ജംഗ്ഷനായാലും കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളൊരു ക്യാമറ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ സിഗ്നലാണോ അത്, അല്ലാതെ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പണി കിട്ടും. സോ ഇത് ഇത്രയും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ കൊണ്ട് ഉപയോഗം ഉണ്ടാകും. ഓക്കെ, ഞാൻ പറഞ്ഞത് പ്രോപ്പറായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കഴിയുന്നതും ലൈക്കും കമൻറ്റൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കും. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.